സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലൂടെ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പലപ്പോഴായി 3 കോടിയിലധികം പണം സമാഹരിച്ച് കബളിപ്പിച്ച കേസിൽ യുവതിയെ പോലീസ് കുടുക്കിയത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ. തിരുവനന്തപുരം മലയൻകീഴ് മൈക്കിൾ റോഡിൽ ശാന്തൻമൂല കാർത്തിക ഹൌസിൽ BT പ്രിയങ്കയെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ സ്റ്റോക്ക് ട്രേഡിംഗ് തട്ടിപ്പ് സജീവമാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും ഒരു അറസ്റ്റ് നടന്നിരുന്നു. ഇത് രണ്ടും ഒരു സംഘമാണോ എന്ന് പരിശോധിക്കും. തിരുവമ്പാടി SI CR അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 25 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായി തിരുവമ്പാടി പോലീസിൽ ലഭിച്ച പരാതിയിലാണ് അറസ്റ്റ്. കൊച്ചി കടവന്ത്രയിൽ ട്രേഡിംഗ് ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചത്. സെബിയുടെ അംഗീകാരമില്ലാതെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനത്തിന്റെ കീഴിലല്ലാതെ പണം സമാഹരിക്കുകയും സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. കേരളത്തിനകത്തും പുറത്തുമുള്ള 16ഓളം പേരുടെ കയ്യിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. പ്രതിയുടെ അമ്മയും സഹോദരനായ രാജീവും ഭാവി വരനായ ഷംനാസും ഈ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണ്. ഇവർ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. ഇവർക്കായി തെരച്ചിൽ ശക്തമാക്കി. പ്രിയങ്കയുടെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കരമന, കടവന്ത്ര ഉൾപ്പെടെ ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പ്രതിയെ താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. സ്റ്റോക്ക് ട്രേഡിംഗിന്റെ പേരിൽ 1 കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ മലപ്പുറം സൈബർ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിലെ ബൈത്തുൽ മുഹമ്മദ് വീട്ടിൽ മുഹമ്മദ് മുജിതബയാണ് പിടിയിലായത്. ഫേസ്ബുക്കിൽ കണ്ട ബ്ലാക്ക് റോക്ക് ഏഞ്ചൽ 1 എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പരസ്യത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയ വേങ്ങര വലിയോറ പുത്തനങ്ങാടി സ്വദേശിയിൽ നിന്നാണ് പ്രതികൾ 1.8 കോടി രൂപ തട്ടിയെടുത്തത്. സ്റ്റോക്ക് ട്രേഡിംഗ് ആണെന്ന് വിശ്വസിപ്പിച്ച് ഇയാളിൽ നിന്ന് പലതവണ പ്രതികൾ പണം അക്കൗണ്ട് വഴി കൈപ്പറ്റുകയായിരുന്നു. വേങ്ങര പോലീസ് കേസെടുത്തെങ്കിലും തുടരന്വേഷണത്തിനായി മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ഇതേ മാതൃകയിലാണ് പ്രിയങ്കയും തട്ടിപ്പ് നടത്തിയത്.